ഭയങ്കര ടയേർഡ്. അപ്പോൾ ഭയങ്കര തണുപ്പാണ്. തണുപ്പൊന്ന് കുറഞ്ഞ് വെയിൽ വന്നു തുടങ്ങി. ഒരു ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വെയിൽ കൂടുതലാവും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ ഇരിക്കുവാണ്. ഇവിടെ ഒരു പുള്ളിക്കാരൻ അവരോട് ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രേസിയസ്, ബൈ ബൈ. ഓക്കെ, ഞാൻ ഈ ഒരു ഹോട്ടലിലാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരൻ ഓൾറെഡി ഇവരോട് ചോദിച്ചു അവിടെ ഇരിക്കട്ടെ എന്നുള്ളത്. ആളിതപ്പോൾ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണ് കേട്ടോ. ബൈ ബൈ. അപ്പോൾ ആൾ പോകുന്നത് ഏതോ ഒരു സ്ഥലത്തേക്കാണ്. കുറച്ച് നല്ല ലോങ് ഉണ്ട് ഇവിടുന്ന്. ഇനി ഒരു 5 മണിക്കൂറുണ്ട്. അപ്പോൾ അവിടെ ആ ഏരിയയിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഞാൻ പോകുന്നത് വേറെ ഡയറക്ഷനും ആൾ പോകുന്നത് വേറെ ഡയറക്ഷനുമാണ്. ഞാനിപ്പോൾ മസാത്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. ടൗണിലല്ല, ഔട്ടർ ബൈപ്പാസ് ഏരിയയിലാണ് ഉള്ളത്. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. 6:30 കഴിഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. കാരണം അത്യാവശ്യം തണുപ്പുണ്ട്. എൻ്റെ മറ്റേ ഡ്രസ്സ് തീരെ കട്ടിയില്ലായിരുന്നു. ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ച് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇന്നെന്തായാലും ഞാൻ നേരത്തെ ട്രാവൽ സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയെങ്കിലും നല്ലപോലെ കിടന്നുറങ്ങണം. എനിക്ക് ഇവിടെ 2 ഡയറക്ഷൻ ഉണ്ട് കേട്ടോ. മസാത്ലാൻ റൈറ്റാണ് സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. എനിക്കിതൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴി നമുക്ക് കുറേ മാങ്ങയുടെ മരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ആ കാണുന്നതൊക്കെ മാങ്ങയാണ്. പിന്നെ തെങ്ങ് കാണുന്നുണ്ട്. അതിൽ കൂടുതലും മാങ്ങേൻ്റെ ഫുള്ളിങ്ങനെ പഴുത്ത് നിൽക്കുന്ന മാങ്ങകളും പച്ച മാങ്ങകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. എല്ലാം മാംഗോ ട്രീസാണ്. ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട്. അവർ ഇവിടെ വരെ ഉള്ളൂ എന്ന് പറഞ്ഞ് കൺസ്ട്രക്ഷൻ്റെ വർക്കിനൊക്കെ പോകുന്നതാന്ന് പറഞ്ഞ് കുറേ സംസാരിച്ചു. ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ നേരം സംസാരിച്ചു കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇനി അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോട്ടെ. ഓക്കെ, ബൈ ബൈ. ഗ്രേസിയസ്, താങ്ക് യു. Bye bye. Okay, bye bye. You up the picture you gonna see here? Yeah. Okay, bye bye. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കുറേ സംസാരിച്ചിട്ട്. ഇവിടെ ഇറങ്ങി ഒരു വില്ലേജിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ദൂരമുണ്ട്. ലിഫ്റ്റ് അടിച്ചിട്ട് തന്നെ പോകണം. ഇവിടെ കടകളൊക്കെ അടച്ചിട്ടേക്കുക, ഒന്നും തുറന്നിട്ടില്ല. ടാക്സി നോ. ടാക്സി വണ്ടിയൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ ബാഗ് കണ്ടുകൊണ്ട് ചോദിക്കുക. ഈ സമയം ഒരു 8 മണി ആയുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു എല്ലാം ക്ലോസ്ഡ് ആണ്, ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ നോക്കി മുരിങ്ങയും വലിയ മുരിങ്ങക്കോലൊക്കെ കാണുന്നുണ്ട്. മുരിങ്ങക്കോല് നോക്കി ഇഷ്ടംപോലെ. പക്ഷെ ഇവിടെ ആരും കുക്ക് ചെയ്യുന്നോ യൂസ് ചെയ്യുന്നോ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുവരെ കിടക്കുന്ന ഇതിപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ എല്ലാവരും എടുത്തിട്ടുണ്ടാവും. ഇഷ്ടം പോലെ കേട്ടോ, കുറേ കാണാം. നോക്കി ആരും യൂസ് ചെയ്യുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായത്. പക്ഷേ വെറുതെ കളയാം. കണ്ടോ, നോക്കി ഇഷ്ടംപോലെ തൂങ്ങി കിടക്കുക, ആർക്കും വേണ്ടാണ്ട്. ഇവിടെ ഒരു കട കണ്ടു. അപ്പം അങ്ങനെ കയറിയിട്ട് ഇവിടെ ഒരു പഴമൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ. ചെറിയൊരു ഗ്രോസറി ഷോപ്പാണ് കേട്ടോ. ഇതെല്ലാം ചെറിയ ചെറിയ പോക്കറ്റ് റോഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ മെയിൻ റോഡ് എത്തിയാലാണ് ലിഫ്റ്റൊക്കെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇതുവഴി അങ്ങനെ വണ്ടികളൊന്നും പോകുന്നില്ല. ഇവിടുന്ന് ഒരു 41 കിലോമീറ്റർ ഉണ്ട് ആ വില്ലേജിലേക്ക്. അതിങ്ങനെ കടലിനോട് ചേർന്ന് നടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ എല്ലാം അങ്ങനെ ചൂടാണ് അത്യാവശ്യം. ഇപ്പോൾ ഒരു 8:30 ആയിട്ടേ ഉള്ളൂ, എന്നാലും നല്ല ചൂടായി തുടങ്ങി. ഉച്ച സമയത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും എന്തായാലും. നായത് എന്നെ കുറച്ച് പേടിപ്പിക്കുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഗ്രേസിയസ്. ആൾക്കാരൊക്കെ വന്നിട്ട് പിടിച്ചു മാറ്റുന്നു. എന്നെ പരിചയമില്ലാത്ത ലുക്കും പരിചയമില്ലാത്ത ഒരാളെയും കണ്ടിട്ടാണ്. ഇവിടെ ഒന്നും പുറത്തുനിന്ന് ഒരാൾ പോലും വരില്ല, ഇവിടുത്തെ ലോക്കൽസ് അല്ലാണ്ട്. ആ ഡോഗിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇവിടെ പോർക്കൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ലോക്കൽ ഷോപ്പാ. ഹലോ, നോ നോ ഭാഷ അറിയാത്തോണ്ട് ഇത് അവരുടെ സ്റ്റിൽ ഫ്രൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല പോർക്കിന്റെ ഏതൊക്കെയോ പാർട്സാ. നോ 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 ട്രൈ ചെയ്യണോന്നാണ് തോന്നുന്നു ചോദിച്ചത്. വേണ്ട, എനിക്ക് രാവിലെ തന്നെ പോർക്ക് വേണ്ട. എണ്ണയിലിട്ട് പൊരിയുന്നുണ്ട്. അതിന്റെ സ്കിന്നും എല്ലാം ഉണ്ട് കേട്ടോ. കുറേ പാർട്സ് ഇട്ടിട്ടുണ്ട്. ഒരു 2 കിലോമീറ്റർ ആയിട്ടോ ഞാൻ നടക്കുന്ന ഇത് കൂടെ. ലിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. വണ്ടി തന്നെ ഇടയ്ക്കാണ് പോകുന്നത്. കണ്ടോ, എംറ്റി ആയിട്ടാണ് കിടക്കുന്ന റോഡെല്ലാം. ഇടയ്ക്കൊരു വണ്ടി വരും. അതുകൊണ്ട് തന്നെ വണ്ടി കിട്ടാൻ ഭയങ്കര പാട്. കുറേ ബൈക്ക് പോകുന്നുണ്ട്, പക്ഷെ ബൈക്കിലാരും ലിഫ്റ്റ് ഒന്നും തരുന്നില്ല കേട്ടോ. ഓക്കെ അവിടെ വരെ ഉള്ളൂ എന്ന് പറഞ്ഞു.
എല്ലാവരും കൈകൊണ്ട് പല ആക്ഷൻ കാണിച്ചിട്ട് പോകുന്നതാണല്ലോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ന് മൺഡേ ആയതുകൊണ്ട് ഇന്നലെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങി എണീച്ച് സെറ്റാവുന്നുള്ളൂ. മൊത്തത്തിലൊരു സൈലൻറ്റ് മൂഡ്. ആരും ഇല്ല റോഡിലൊന്നും. കടകൾ തന്നെ കണ്ടോ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ഫൈനലി എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് നടക്കാട്ടോ. ഏകദേശം 4.5 കിലോമീറ്റർ ഞാൻ നടന്നു. അതിന് ശേഷമാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നത്. ഗ്രേസിയസ്, ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഈ ഏരിയ മൊത്തം ഫാമിംഗ് ആണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള കൾട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൊമാറ്റോ, തക്കാളിയും പിന്നെ പച്ചമുളക്, മുളകും പിന്നെ കോണുണ്ടല്ലോ, മെയ്സ്, അതുമാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഈ സൈഡിൽ കാണുന്നതൊക്കെ മാംഗോ ട്രീസ് ആണ്. പക്ഷെ ഇതെല്ലാം ചെറുതാണ്, വലുതായിട്ടില്ല. ആ സൈഡ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കുറേ വെള്ളവും കുറേ ചെടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നോക്കൂ, ഉപ്പുപാടം പോലെ എന്തോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പോലെയാണ് കിടക്കുന്നത്. കാരണം ഇതിലൊക്കെ വൈറ്റ് കളറിൽ കണ്ടോ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഫുള്ളൊരു പ്ലെയിൻ ലാൻഡ്. ഞാൻ എന്താ ടീപ്പാക്കാനോ അങ്ങനെ ഒരു വില്ലേജിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് ഒരു 39 കിലോമീറ്റർ, 40 സംതിങ് എന്തോ ഉണ്ടായി. ഇപ്പൊ 30 എത്രയോ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ ഡ്രൈ ലാൻഡാണ്. എൻ്റെ 9 മണിയായപ്പോഴേക്ക് ഇത്ര ചുട്ട് പൊള്ളുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചൂടുള്ള സ്ഥലത്ത് നിന്ന് ഓടിയിട്ട് ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നപ്പോൾ അതിനെക്കാട്ടിലും ചൂടായി. ഈ ആള് ആ വില്ലേജിലേക്കാണ് പോകുന്നത്. അതൊരു ചെറിയ വില്ലേജാണ്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഫുഡും അങ്ങനെയുള്ള എന്താ പറയുക ട്രഡീഷണലി ആയിട്ടുള്ള അവർ ജീവിക്കുന്ന ജീവിത രീതിയൊക്കെ കാണാൻ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഈ വെയിലത്ത് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. ഈ ഏരിയ നമ്മുടെ നാടൊക്കെ പോലെ തോന്നും. കാരണം കറക്റ്റ് തെങ്ങും അങ്ങനെയുള്ളതൊക്കെയാണ്. ഓക്കെ, തെങ്ങും അതിൻ്റെ ഇടയിൽ എന്തോ കൃഷിയൊക്കെ കാണുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ ട്രോപ്പിക്കൽ റീജിയൻ ആയതുകൊണ്ട് അത്ര ചൂട്. ആ വില്ലേജിലേക്ക് കയറുന്നതിൻ്റെ ഇതാണ് കേട്ടോ, ആർച്ചാണ് ഈ കാണുന്നത് കണ്ടോ. വെൽക്കം എന്നായിരിക്കും സ്വാഭാവികമായിട്ടും. അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അടിപൊളി പേര്. ഇവിടത്തെ ബീച്ചാണ്. ബീച്ചിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാക്കയോ പരുന്തോ എല്ലാം പറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എല്ലാം ടൂറിസ്റ്റുകളൊന്നും വരാത്ത സ്ഥലമാണ്. ഇവിടുത്തെ ലോക്കൽ ആളുകൾ മാത്രമേ ഇവിടെ കാണുള്ളൂ. ഇവിടെ ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്, ഇരിക്കാനും നിൽക്കാനും എല്ലാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഫിഷിംഗ് ആണെന്ന് തോന്നുന്നു മെയിനായിട്ട്. മീനും കൊട്ടെല്ലാം എടുത്തിട്ട് കൊണ്ടുവന്ന് ആൾക്കാർ കാണുന്നുണ്ട്. ചെറിയ ചെറിയ ബോട്ടിൽ ആൾക്കാർ മീൻ പിടിച്ച് വന്നാണ് നമുക്ക് കാണുന്നത്. മീനെല്ലാം വണ്ടിയിലേക്ക് കയറ്റുന്നു. ഫ്രഷാണ് കേട്ടോ. ഒരുപാട് വലിയ മീനൊക്കെ കാണുന്നുണ്ട്. നല്ല മീനിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ. ബൈ ഗ്രേസിയസ്. ആൾ തന്നെ ഈ വില്ലേജിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാഷ്റൂം അല്ലാണ്ട് ബീച്ചിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ടൈം ആയതുകൊണ്ട് ആരുമില്ല. നല്ല അടിപൊളി ബീച്ചും അതിൻ്റെ ചുറ്റുപാടും കേട്ടോ. നല്ല രസമുണ്ട്. ഇതാണ് തക്കാപാൻ, അതാണ് സ്ഥലത്തിൻ്റെ പേര്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ആൾക്കാരുണ്ടായേനെ. ഇപ്പം ആരുമില്ല കേട്ടോ. ഇവിടെ ഒരു ടൂറിസ്റ്റ് പോലും അങ്ങനെ വരാത്തൊരു സ്ഥലമാണ്. ഞാനിങ്ങനെ മാപ്പിൽ നോക്കി ഉള്ളിലേക്കുള്ളൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അതാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ ഇങ്ങോട്ട് വന്ന്. ഉള്ളിലത്തെ വഴികളും വീടുകളും ആൾക്കാരും ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ആളുകളാണെങ്കിലും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള കടലാണ്. ആക്ച്വലി അവിടെ ഒരു വര ഉണ്ട് എന്നുള്ളൂ. അതിനപ്പുറം വലിയ കടൽ തന്നെയാണ്. ആ ഒരു സൈഡിൽ നമുക്ക് പോകാൻ പറ്റും ബോട്ടിൽ. അതുകൊണ്ടാണ് അവിടെ ഒരു പച്ചപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. നല്ല ചൂടുണ്ടെങ്കിലും കാറ്റ് വീശുമ്പോൾ ഒരു സമാധാനം. ഇത്ര നേരം നടക്കുന്ന സമയത്ത് കാറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഏരിയയിൽ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നോക്കി ഇവിടെ അവർ ഫ്രഷായിട്ട് പിടിച്ചിട്ട് കൊണ്ടുവന്ന് വലയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് നോക്ക് വലിയ മീൻ ഫ്രഷായിട്ടാണ് പിടിച്ചിട്ട് വന്നിട്ടുള്ളത്. ഞാനിതാ ഇവിടെ ഗ്രില്ലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫിഷിൻ്റെ ഗ്രില്ല് കഴിക്കാമെന്ന് ഓർത്ത് അവിടെ ഫ്രഷായി പിടിച്ച് ഫ്രഷായിട്ട് കള നല്ല സൗണ്ട്. വേറെ ഉപ്പോ എണ്ണയൊന്നും ഇടുന്നില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. രസമുണ്ട് കാണാൻ. ഇതിനെന്ത് പറയുന്നു? കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ പറയാം. വിശന്നിട്ട് ഞാൻ എന്തായാലും ഒന്നും കഴിച്ചില്ല. ആ ഒരു ബനാന മാത്രമേ കഴിച്ചേ. ഒരു ഫുൾ ഫിഷ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിശന്നിട്ട് ഞാനിത് കഴിക്കട്ടെ. കണ്ടിട്ട് ഇങ്ങനെ കൊതിയാവുന്നുണ്ട്. നല്ല രസമുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സോസ് ഒഴിച്ചേക്കാണ് മീനിൻ്റെ മുകളിൽ.
ഞാനിതാ ഒരു ഇളനീരും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റും നല്ല ഫുഡും അടിപൊളി. എന്റെ ഫേവറേറ്റ് ആണ്. ടെൻഡർ കോക്കനട്ടും ഫേവറേറ്റ് ആണ്, പിന്നെ ഫിഷും ഫേവറേറ്റ് ആണ്. അപ്പൊ രണ്ടും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ലിഫ്റ്റൊക്കെ ഇനി കിട്ടുമോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഒരു റിസോർട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഈ ഏരിയയിലെല്ലാം. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. അവിടെ സ്കൈ എല്ലാം നോക്കുന്ന സമയത്ത് പല പല ഷേപ്പിലാണ് കാണുന്നത്. പിന്നെ ബ്ലൂ കളറിലുള്ള ബ്യൂട്ടിഫുൾ സ്കൈ. മെയിൻ റൂട്ടിലേക്ക് ഞാൻ ഇതുവഴി നടക്കുവാണ് കേട്ടോ. ഇവിടെയൊക്കെ കാണുന്ന മണ്ണല്ല, മണലാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ തണലിൽ നിന്ന് ഇരുന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ വീടുകളാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള ആ ഒരു സെയിം ടൈപ്പ് വീടുകളാണ് കേട്ടോ. കണ്ടു നോക്കി, തെച്ചിപ്പൂവൊക്കെ പുറത്ത്, ഉള്ളിലാണെങ്കിലും ആലപ്പുഴ സൈഡൊക്കെ ഉള്ള വീടുകളുണ്ടല്ലോ, അതുപോലെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ വഴിയെല്ലാം മൊത്തം മണലാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷേ നല്ല തണുത്ത കാറ്റാണ്. നമ്മൾ ഏതെങ്കിലും തണലിൽ കയറി ഇരുന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ കാറ്റടിക്കുമ്പോൾ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. വണ്ടികൾ വരുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുക. ഇന്ന് ഞാൻ നടന്ന് ഒരു പരുവാവും തോന്നുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ തൊട്ട് മൊത്തം നടത്തമാണ്. അതിനിടയിൽ ചൂടും. ആകെയുള്ള സമാധാനം നല്ല കാറ്റ്, തണുത്ത കാറ്റും ഈ ലാൻഡ്സ്കേപ്പും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. ഫുള്ളും ഇതാണ്. ചേടാ, അവർക്ക് നിർത്തായിരുന്നു, അവർ നിർത്തിയില്ല കേട്ടോ. വണ്ടികൾ കണ്ടോ, വളരെ കുറവാണ്. ഇടയ്ക്ക് മാത്രമാണ് കുറച്ച് വണ്ടികൾ പോകുന്നത്. നല്ല രസമുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. ഭയങ്കര പീസ്ഫുൾ വില്ലേജ്. ആരും അധികം ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര അടിപൊളി. ആ വില്ലേജ് കഴിയുന്നതിൻ്റെ ആർച്ചാണ് ഈ കാണുന്നത്. ബുയൻ വിയേജ് അങ്ങനെ എഴുതിയേക്കുന്നത്. ബുയൻ വിയേജ്, BUENVIAJE അങ്ങനെ എഴുതിയേക്കുന്നത്. എവിടെ നോക്കിയാലും തെങ്ങിൻ തോപ്പാണ് കേട്ടോ കാണുന്നത്. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പോലെ പേപ്പറിൻ്റെ പൂക്കളുണ്ടല്ലോ, പേപ്പർ പൂക്കളുമാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. എനിക്കിതാ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കണ്ടത് ഉപ്പുപാടം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ, ട്രാൻസ്ലേറ്റ് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അത് ഉപ്പുപാടം തന്നെയാണെന്ന്. അതെ, ഫുള്ളും ഡ്രൈ ലാൻഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അരുവി പോലെ കുറച്ചിങ്ങനെ വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. വൈറ്റ് കളറ് ഡെസേർട്ടും പിന്നെ കുറേ ഉണങ്ങിയ ഏതോ ഒരു സ്ഥലം, മൊത്തം ഒരു മരുഭൂമി പോലെ ഇരിക്കുന്നു. മരുഭൂമി പോലെയെന്ന് പറയാൻ പറ്റില്ല, കാരണം വെള്ളമുണ്ട് കണ്ടോ. ആ ഏരിയയിലൊക്കെ കൂടുതലും വെള്ളവും നദിയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ചില ദൂരെയൊക്കെ ഫിഷിംഗ് ഒക്കെ കാണാം. ഇവിടെ ഇരുന്നിട്ട് ഞാൻ പൊള്ളി പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ പാൻ്റൊക്കെ കറുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉരുക്കി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അത്രയ്ക്ക് ചൂടാണ്, പൊള്ളി പോകുന്നു. ആ വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങി അടുത്ത വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ടോ. ഒരു പയ്യനാണ് കേട്ടോ, ചെറിയ പയ്യനാണ് വണ്ടി ഓടിക്കുന്നത്. ഇത് ഹൈവേ തന്നെയാണ്. ഹൈവേയിലെത്തി എനിക്ക് നേരെ ഞാൻ പോകാനാണ് വിചാരിക്കുന്നത്. ഇനി ഒരു സൗത്ത് പാട്ടിലേക്കൊക്കെ. അതായത് ഞാൻ ഭയങ്കര നോർത്തിലാണ്. Instagram, YouTube, backpacker Arunima. Yeah. Ave. Oh, ave. C. എന്ത് പറയല്ലേ, CC എന്ന് പറഞ്ഞാൽ അതെ എന്ന് പറയില്ലേ, അതാണ്. ഞാനിവിടെ ലിഫ്റ്റ് അടിച്ച് വന്നപ്പോൾ അവരിത് യൂട്ടേണൊക്കെ അടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരുവാണ് കേട്ടോ. ഓക്കെ, ബാഗ് ബാക്കിൽ വെക്കണം. എന്ത് നല്ല ആൾക്കാരാ നോക്കിയേ. അവിടെ പോയിട്ട് യൂട്ടേൺ അടിച്ചിട്ടൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഫോൺ അടിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചു. എവിടേക്കാന്ന് പോലും ചോദിച്ചില്ല. ഗ്രേസിയസ് നല്ല ആൾക്കാർ. ആ ലിഫ്റ്റ് അടിച്ച വണ്ടിയിൽ കയറിയിട്ട് അവരിത് ഏതോ വീട്ടിൽ വന്നേക്കാണ്. എന്നോട് പറഞ്ഞ ഹൈവേയിലാക്കാം, ജസ്റ്റ് ഇപ്പോൾ വീട്ടിലേക്ക് വന്നതാന്ന് പറഞ്ഞാൽ ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. ഞാനിത് ഇവിടെ ഇരിക്കുകയാണ്. അവർ സാധനങ്ങളൊക്കെ എന്തോ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പായൊക്കെ തന്നിട്ടുണ്ട്, കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്.
ഒരു അരമണിക്കൂറായിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അവർ ഫുഡൊക്കെ കുക്ക് ചെയ്യാണ്, ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവരത് എന്താ ഫിഷ് എന്തോ ഉണ്ടാക്കുന്നത്. ഓ പ്രോൺസ് ആണ് കേട്ടോ, പ്രോൺസ് ആണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആഹാ നല്ല രസമുണ്ട്. അത് ആ ഷെല്ലേപ്പാടാണ് ഇടുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളത് ഷെല്ലൊക്കെ കളഞ്ഞിട്ട്. നമുക്ക് ആഹാ കൊള്ളാം. ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പ് പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ. ടൊമാറ്റോ ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇങ്ങനെ പ്രോൺസും കാണുന്നുണ്ട്. ഇതിങ്ങനെ കഴിക്കാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചുമ്മാ അതിലൊരു ലെമൺ സ്ക്യൂസ് ചെയ്തിട്ടിട്ട് ആളിത് ഇവിടെ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ടിട്ട് അങ്ങനെ കുടിക്കാം. സൂപ്പായിട്ടാണ് കുടിക്കുന്നത്. ഞാനിവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതെ അതിൻ്റെ വേസ്റ്റൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഞാൻ എൻ്റെ തൊലിയൊക്കെ പറിച്ച് കളഞ്ഞു. അവരും തൊലിയൊക്കെ പറിച്ച് കളയുന്നുണ്ട്. ഓക്കെ ഗ്രേസിയസ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ അവരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. പിന്നെ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എവിടെയാണ് പോകുന്നതെന്ന്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 6 മണി 7 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ ടെൻ്റ് അടിച്ച് എവിടെയെങ്കിലും ഉറങ്ങുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടെ തന്നെ താമസിച്ചോ, വേറെ ഇനി എങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഫാനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നല്ല ഫാമിലിയാണ് കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യൂട്ടേൺ അടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന ആൾക്കാരാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര പാവമായിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ടയേർഡാണ്. കാരണം ഇന്നലെ ആകെ 3 മണിക്കൂറാണ് ഉറങ്ങിയതുള്ളൂ. 650 കിലോമീറ്റർ പോവുകയും ചെയ്തു. ഇന്ന് ഒരു 7-8 കിലോമീറ്റർ നടന്നു വെയിലത്ത് കൂടെ. അത് കഴിഞ്ഞിട്ട് എത്ര ഒരു 100 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തു. 100 അതിൽ കൂടുതൽ ട്രാവൽ ചെയ്തു. കാരണം അവിടെ എത്തണ വരെ 100, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് 50, അവിടുന്ന് പിന്നെ ഒരു 30 കിലോമീറ്റർ ഉണ്ടാവും. അത്രയും കിലോമീറ്റർ ഞാൻ 100-200 കിലോമീറ്റർ ഞാൻ ട്രാവലും കൂടെ ചെയ്തു. അപ്പോൾ ഒന്ന് ഭയങ്കര ടയർഡായി. ചൂടും കൂടെ വേണ്ട, തണുപ്പായിരുന്നു ചിലപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് തോന്നൂലായിരുന്നു. കിളി മിണ്ടാതിരി, ഇവിടെ ഒരു കിളിയുണ്ട്. ഞാൻ എന്ത് സംസാരിച്ചാലും അതുപോലെ കിരികിരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഈ വീഡിയോ ഞാൻ ഇതോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.